ചേട്ടാ അയ്യോ ധനനാണല്ലോ അത്. ചേട്ടാ കേറുവാ. അച്ഛൻ വാ. അച്ഛാ, അച്ഛനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ് പ്രശ്നമൊന്നുമില്ല. എനിക്ക് മാഷിനൊന്ന് കാണണമെന്ന് തോന്നി. ചോദിച്ചാൽ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഉണരുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കണ്ടതുകൊണ്ടാ. അല്ലെങ്കിൽ ഇപ്പോഴും അനന്തം മാഷ വീഡിയോ വെച്ച് അവിടെ ഇവിടെ അലയുന്നുണ്ടാവും. വീടും അഡ്രസ്സും ഒന്നും അറിയാതെ ഇറങ്ങിയത് അബദ്ധമായല്ലോ ശേഖര. ഇന്നിറങ്ങിയില്ലെങ്കിൽ എനിക്ക് ചിലപ്പോ മാഷിനെ അനിമോളെയും എന്റെ വിച്ചുടിനെ ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. വിച്ചുട്ട മോനെ, മുത്തച്ഛനെ മറന്നോ നീ? മുത്തശ്ശൻ പൂക്കളം കണ്ടോ? ആഹാ, കണ്ടു. സന്തോഷമായി. മോളെ, അച്ഛൻ എഴുന്നേറ്റില്ലേ? ആ, ഇപ്പൊ എഴുന്നേറ്റ് കാണും. അച്ഛൻ കയറിയിരിക്കെ. വലിയ ഉപകാരം. ധനനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ എത്തില്ലായിരുന്നു. എല്ലാവരും നിമിത്ത ചേട്ടാ. അല്ല, തുടക്കം മുതലേ നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ. മാഷിനെ ഞാനും ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അച്ഛനിപ്പോ ഓക്കെ ആയി. ധനേട്ടനും അകത്തേക്ക് വാ, അച്ഛനെ കണ്ടിട്ട് പോ. വാ അച്ഛാ, അകത്തേക്ക് വാ. വാ മോനെ. അയ്യോ, വാസന്തിയാണല്ലോ. വാസന്തി, ഞാനിപ്പോ വരാം. ആ, വന്നോണ്ടിരിക്കുക വാസന്തി. ഓ, എത്തിയെന്നേ. ആ, നീ ഫോൺ വയ്ക്ക. വീട്ടിൽ നിന്ന് പാല് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ. മാഷിനെ ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. പാല് വാങ്ങി കൊടുത്തില്ലെങ്കിൽ പണി പാളും. ചേട്ടൻ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഞാൻ പോയിട്ട് വരാം. ശരി ശരി, വരമേ. വാ അച്ഛാ. ഇതെങ്ങോട്ട് പെട്ടെന്ന്? പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാ. വീട്ടിൽ നിന്ന് ഒരാളെ പെട്ടെന്ന് കാണാതായ പോലീസ് പരാതി കൊടുത്തല്ലേ പറ്റൂ. അത് അദ്ദേഹം എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയതാണെങ്കിലും സത്യേട്ടാ, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പോരെ? നിനക്ക് ഉറപ്പുണ്ടോ അയാൾ തിരിച്ചു വരുമെന്ന്? ഉണ്ടെങ്കിൽ പറ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. അല്ല സത്യേട്ടാ, ഇതുവരെ വീട്ടിലുണ്ടായിരുന്ന ആള് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോവില്ലല്ലോ. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബാഗ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ, അതുകൂടിയാ ഞങ്ങളുടെ പേടി. രാത്രിയിൽ ആരെങ്കിലും ബലമായി പിടിച്ചുകൊണ്ട് പോയി അപകടപ്പെടുത്തിയതാണെങ്കിലോ? അല്ല, ഈ ഞങ്ങളുടെ പേടിയെന്ന് പറയുമ്പോ അമ്മ അതിൽ പെടുവോ? അല്ല, അമ്മയ്ക്ക് അങ്ങനെ ഒരു പേടിയുണ്ടോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ല, അമ്മയ്ക്ക് നിന്നെയും എടുത്തിയൊക്കെയാ സംശയം. നീ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടേ അയാൾ എങ്ങോട്ടാ പോയതെന്ന് അത് നിനക്കറിയാമെന്ന അമ്മ പറയുന്നത്. ഈശ്വര, ആ മനുഷ്യനെ ഞാൻ കൊന്നു കുഴിച്ചു മൂടി കാണുമെന്ന് പറയാതിരുന്നത് ഭാഗ്യം. പ്രതിഭ, ഇത് തമാശയല്ല. നിന്നോട് ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുണ്ടെങ്കിൽ എന്നോട് പറ. ആ മനുഷ്യനെ ഏട്ടത്തി എങ്ങോട്ടെങ്കിലും മാറ്റിയതാണെങ്കിൽ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുക്കേണ്ടതില്ലല്ലോ. എന്റെ സത്യേട്ടാ, ഇന്ദ്രേട്ടൻ അറിയാതെ അനുചേച്ചി അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് സത്യേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, അനുചേച്ചി അദ്ദേഹത്തെ ഈ കുടുംബത്തിൽ നിലനിർത്താനേ ശ്രമിക്കൂ. ഒരിക്കലും ഇവിടെ നിന്ന് ആ മനുഷ്യനെ എങ്ങോട്ടും മാറ്റാൻ ശ്രമിക്കില്ല.
ഇന്ദ്ര, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ കാണാതായത്. ലോകം മുഴുവൻ തെണ്ടി നടന്നൊരു മനുഷ്യൻ. അയാൾക്കിവിടെ മടുത്തിട്ട് പോയതായിരിക്കും. അതിന് നീ എന്തിനാ പോലീസിൽ പരാതി കൊടുക്കാൻ പോകുന്നത്? അമ്മേ, അയാളെ ഈ വീട്ടിൽ നിന്നല്ലേ കാണാതായിരിക്കുന്നേ. നീ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി അപകടപ്പെടുത്തിയതാണെങ്കിൽ നാളെ അതിനും കൂടെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. പിന്നെ അയാളെ പിടിച്ചോണ്ടേ കൊന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാ ഇന്ദ്ര? വല്ല കാളയോ പോത്തായിരുന്നെങ്കിൽ വെട്ടി ഇറച്ചിയാക്കി വിൽക്കുകയെങ്കിലും ചെയ്യായിരുന്നു. അയാൾ എവിടെയെങ്കിലും വീണ് ചത്താലേ ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ല. ചോദ്യങ്ങളൊക്കെ അമ്മയുടെ നേരെ ആയിരിക്കും. എടാ, എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ തന്നെ പറഞ്ഞോളാം. നിങ്ങൾ അതങ്ങ് വിട്ടേക്ക്. പോലീസും കേസും ഒന്നും ഇപ്പൊ തൽക്കാലം വേണ്ട. ഇപ്പൊ പരാതി കൊടുത്തില്ലെങ്കിലേ പോലീസ് ഞങ്ങളെയും വെറുതെ വിടില്ല. ഒരാൾ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞാൽ ഉടനെ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അതാണ് നിയമം. നിയമം ഒന്നും ശ്യാമേട്ടൻ പഠിപ്പിക്കണ്ട. എവിടുന്നോ കയറി വന്ന മനുഷ്യൻ എവിടേക്കോ പറയാതെ പോയി, അത്രേ ഉള്ളൂ കാര്യം. അതെ, ദേ, എന്തായാലും 2 ദിവസം കഴിയട്ടെ ഇന്ദ്ര. അയാളെ കുറിച്ച് വേറെ ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം പരാതി കൊടുക്കണോ വേണ്ടയോന്നൊക്കെ. ഇവൻ എന്നാ കാണാനാ വന്നേ? എല്ലാരും ഉണ്ടല്ലോ. നമസ്കാരം ഇന്ദ്ര. ഞാനേ ഒരു വിവരം പറയാൻ വേണ്ടി വന്നതാ. എന്ത് വിവരം ധനേട്ടാ? ധനേട്ട ഇറങ്ങുന്നില്ലേ? ഇല്ല ഇന്ദ്ര, പോയിട്ട് അത്യാവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും ശേഖരൻ ചേട്ടനെ കാണാത്തതിന് ടെൻഷനിലായിരിക്കും അല്ലേ? പേടിക്കണ്ട, അദ്ദേഹേ അനന്തമാഷെ കാണാൻ വേണ്ടി പോയതാ. വീടന്വേഷിച്ച് നടക്കുമ്പോ ഞാൻ കണ്ടത് ഭാഗ്യം. അപ്പൊ തന്നെ ഞാൻ എന്റെ വണ്ടി കയറ്റി അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ ഇന്ദ്ര, ഇത് അനന്തമാഷും മോളും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്ന്. ഇപ്പൊ ധനൻ ഇവിടെ വന്ന് ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇല്ലെങ്കിൽ അയാളെ വെച്ച് മാഷും മോളും നമുക്കെതിരെ എന്തൊക്കെ അപവാദങ്ങളാ പറഞ്ഞുണ്ടാക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, ചേച്ചി ഉദ്ദേശിക്കുന്ന സംഭവമൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് ചെല്ലുമ്പോഴാ അവരും ഇവരറിയുന്നത്. അതൊക്കെ അവരുടെ അഭിനയമാടാ. ഇതിന്റെ പിന്നിലെ കളിയൊന്നും നിനക്കറിയില്ല. നീ ഒരു സത്യസന്ധനായതുകൊണ്ട് നിനക്കിതിവിടെ വന്ന് പറയാൻ തോന്നി. അതിന് നന്ദിയുണ്ട്. നീ പൊയ്ക്കോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. അതെ, ഞാൻ സത്യസന്ധനായതുകൊണ്ട് പറഞ്ഞൊന്നും അല്ല. വാസന്തി വിളിച്ചിട്ട് ഞാൻ മാഷിന്റെ വീട്ടിൽ നിന്ന് പിന്നെ വരാന്ന് പറഞ്ഞ് പോന്നതാ. ആദ്യ വഴി എത്തിയപ്പോ മാഷ എന്നോട് വിളിച്ചു പറഞ്ഞത് ശേഖരനെ ഞാൻ അവിടെ കൊണ്ടുപോയി വിട്ട കാര്യം ഇവിടെ വന്ന് പറയണമെന്ന്.